ഹലോ. അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ രാവിലെയാണ് കേട്ടോ. രാവിലെ എന്ന് വെച്ചാൽ അന്ന് രാവിലെ ഒന്നുമല്ല, 7 മണി കഴിഞ്ഞ് നല്ല മഴക്കാറുണ്ട്. ഞാൻ ടെറസിൻ്റെ മേലെയാണ്. അപ്പോൾ കുറേ ദിവസങ്ങളായി നമ്മളിങ്ങനെ ഒന്ന് സംസാരിച്ചിട്ടും ഇങ്ങനൊരു വീഡിയോസ് ഇട്ടിട്ടും. അപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് കലോത്സവ വീഡിയോസ് ആയിരുന്നു ഇട്ടിരുന്നത്. നമ്മളെ ജില്ലാ കലോത്സവം, നമ്മളെ മലപ്പുറം ജില്ലാ കലോത്സവം, അതേപോലെ കോഴിക്കോട് ജില്ലാ കലോത്സവം, ഇവിടുത്തെ രണ്ടിടത്തെ ഒപ്പന വീഡിയോസ് ആയിരുന്നു ഇട്ടിരുന്നത്. HSസും HSSും ഒപ്പന വീഡിയോസ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും ഒരുപാട് നന്ദി പറയുകയാണ്. കാരണം നമ്മളെ കഷ്ടപ്പാടിനെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ ഞാൻ മെയിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഒപ്പനയായിരുന്നു. കാരണം ഒപ്പനുള്ള ദിവസം തന്നെയായിരുന്നു വേറെയുള്ള സ്റ്റേജിൽ, അതായത് ഗ്രൂപ്പ് ഡാൻസ്, ഫോക്ക് ഡാൻസ് ഒക്കെ വരല ആ ഒരു ദിവസം തന്നെയായിരുന്നു. അപ്പോൾ എനിക്കത് എല്ലാം കൂടെ പോയിട്ട് ചെയ്യാനുള്ള ഒരു ഇതില്ലായിരുന്നു. കാരണം ഒപ്പനൻ്റെ അവിടെ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ എന്തായാലും ആ സീറ്റ് പോകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ എവിടേക്കും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. കലോത്സവം ഞാൻ വണ്ടൂരായിക്കോട്ടെ, മലപ്പുറം നടന്നത് വണ്ടൂരായിരുന്നു, കോഴിക്കോട് നടന്നത് കൊയിലാണ്ടിയായിരുന്നു. ഇവിടെ നല്ല എവിടെ കലോത്സവം ഉണ്ടെങ്കിലും ഇപ്പോൾ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം കേട്ടോ. കാരണം ഫ്രണ്ടിൽ ഇരുന്നാലാണല്ലോ നമുക്കിത് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടുന്ന് രാവിലെ 9 മണിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ അവിടെ എത്തും. 8:45 9 മണിൻ്റെ ആ ഒരു ഉള്ളിൽ അവിടെ എത്തിയിട്ട് ഞാൻ ഫ്രണ്ടിൽ ഞാൻ ഇരിക്കും. ആ ഇരുത്തം പിന്നെ ആ ഒപ്പന കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് എണീക്കുള്ളൂ കേട്ടോ. ചിലപ്പോൾ 11 മണിയാവും പ്രോഗ്രാം തുടങ്ങാൻ. 9:30 തുടങ്ങും എന്നൊക്കെ പറയും, പക്ഷെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ 11 മണി കറക്റ്റാണ്. അപ്പം ആ ഇരുത്തം രാവിലെ 8:45 അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അറിയാലോ, HSസും HSSും ഒപ്പന ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിയാൻ എത്രത്തോളം ടൈം എടുക്കും എന്നുള്ളത് അറിയാലോ. ഒരു അപ്പീലടക്കം ഒരു 23 ഒപ്പനോളം ഉണ്ടാകും, HS ആണെങ്കിലും HSS ആണെങ്കിലും. അപ്പോൾ അത് കഴിയോളം എത്ര മണിക്കൂർ എടുക്കും എന്നുള്ളത് അറിയാലോ. ഏകദേശം രാത്രി ടൈം വരെ ആ ഒപ്പന കഴിയാൻ വേണ്ടിയിട്ട് കൂട്ടും. ആ ഇരുത്തം ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒപ്പന എപ്പോഴാണോ തീരണേ ആ സമയത്താണ് ഞാൻ അവിടെ നിന്ന് എണീക്കുക. വെള്ളം കുടിക്കാൻ പോവില്ല, ഒന്നും കഴിക്കൂല. വെള്ളം കുടിക്കാൻ പോകില്ല എന്നല്ല, വെള്ളം കുടിക്കൂല, മൂത്രം കഴിക്കാൻ പോകില്ല, ഒന്നും കഴിക്കൊന്നും ചെയ്യൂല കേട്ടോ. കാരണം ആ ഇരുത്തം ഞാൻ അവിടെ ഇരിക്കും. എണീറ്റ് കഴിഞ്ഞാൽ സീറ്റ് പോകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അത്രയും ഈ ഒപ്പന എന്നൊക്കെ പറയണത് അത്രയും ഓഡിയൻസ് ഉള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ എണീക്കാൻ വേണ്ടി കാത്തിക്കാണ് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ സീറ്റ് പോകുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ എത്ര ബാഗ് വെച്ച് പോയാലും ആ ബാഗ് എടുത്തിട്ട് അപ്പുറത്തേക്ക് വെച്ചിട്ട് ഓരോ കസാരയും കൊണ്ടുപോകും. കാരണം അനുഭവം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഇരുത്തം ഞാൻ അവിടെ ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോസ് ഞാൻ എടുക്കാറ് കേട്ടോ. പിന്നെ കലോത്സവത്തിൽ എല്ലാ പ്രോഗ്രാമും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏത് പരിപാടി ആയിക്കോട്ടെ, അതായത് ഈ ഓഫ് സ്റ്റേജ് അങ്ങോട്ട് മാറ്റി വെച്ച് നമ്മൾ സ്റ്റേജിലുള്ള പരിപാടികളുണ്ടാവുമല്ലോ, കണ്ടിങ്ങനെ ഇരിക്കാൻ പറ്റിയ പരിപാടി, അത് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കലോത്സവം എന്ന് പറയണത് അതൊരു വേറെ വൈബാണ്. അത് എങ്ങനെ പറയണം എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അത്രയും ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ഞാൻ കേട്ടോ. കലോത്സവം എവിടെ കലോത്സവം ഉണ്ടോ അവിടെ ഞാൻ പോകും. കാരണം അത് വേറെ രസമാണ്. എല്ലാ പ്രോഗ്രാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറേ അധികം പ്രോഗ്രാംസ് ഉണ്ട്, പക്ഷെ അതൊക്കെ എനിക്ക് കാണണം ഭയങ്കര ഇഷ്ടം. കണ്ടു കഴിഞ്ഞാൽ കണ്ട് കയ്യോളം ഞാൻ അവിടെ ആസ്വദിച്ചു. അത് ഫ്രണ്ടിലിരിക്കണം കേട്ടോ. ബാക്കിലിരുന്ന് കാണണമെന്ന് എനിക്കിഷ്ടമല്ല. ഞാൻ അതിന് മുമ്പത്തെ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, ബാക്കിലിരുന്ന് കാണണമെന്ന് എനിക്കിഷ്ടമല്ല. ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് അതിങ്ങനെ ആസ്വദിച്ചിരുന്ന് ഇങ്ങനെ കാണണം. അതിൻ്റെ ഒരു ഫീലുണ്ടല്ലോ, വല്ലാത്തൊരു ഫീലാണ്. ബാക്കിലിങ്ങനെ ഒരാളെ തലമറവിൽ ഇരുന്ന് കാണുന്നതൊന്നും എനിക്കിഷ്ടമല്ല. ആദ്യം പോയിട്ട് ആദ്യം തന്നെ ഫ്രണ്ടിൽ സീറ്റ് പിടിച്ചിട്ട് അവിടെ ഇരുന്ന് കാണും. ഗ്രൂപ്പ് ഡാൻസ് എൻ്റെ പൊന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫോക്ക് ഡാൻസ്, ക്ലാസിക്കലായിട്ടുള്ള എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഒരു സംഭവമാണ്. അപ്പോൾ എവിടെ കലോത്സവം ഉണ്ടെന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഒപ്പന ഉള്ള സമയത്ത് ഞാൻ അവിടെ ഇരുന്നിട്ട് ഫുള്ള് കണ്ട് വീഡിയോസ് എടുക്കണം കേട്ടോ. ചാനൽ തുടങ്ങണ മുമ്പൊക്കെ ഞാൻ എല്ലാ വേദിയിലും പോയിട്ട് അവിടെ ഇരുന്ന് ഞാൻ ആസ്വദിച്ച് എല്ലാ പ്രോഗ്രാമും ഞാൻ കണ്ടിരുന്നു. ഇപ്പം ഒപ്പന മാറ്റി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളായിക്കോട്ടെ ഞാൻ ബാക്കിയുള്ള പരിപാടിയൊക്കെ ഇരുന്ന് കാണും കേട്ടോ. അപ്പോൾ അതാണ് നമ്മളെ കലോത്സവം എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കലോത്സവം. നമ്മളെ സ്റ്റേറ്റ് കലോത്സവം വരുന്നത് തൃശ്ശൂരാണ്. അടുത്ത മാസം 15-ാം തീയതിയാണ്. കുറച്ച് നീണ്ടുപോയി കേട്ടോ. ജില്ല കഴിഞ്ഞ് കുറേ ഒരു ഗ്യാപ്പ് വന്നു. അപ്പോൾ ഞാൻ അവിടെ പോകണം, തൃശ്ശൂർ. പക്ഷേ വീഡിയോസ് എത്രമാത്രം എടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. കാരണം സ്റ്റേജും ഇരിക്കുന്ന സ്ഥലവും കൂടെ തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ടാവും. അപ്പം വേദി ഒന്നിട്ടാ ഭയങ്കര ഡിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ അവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ എന്തോരം ക്ലാരിറ്റി ഉണ്ടാവും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ മാക്സിമം എടുക്കാൻ പറ്റണത് എടുക്കണം. എന്തായാലും തൃശ്ശൂരും കലോത്സവത്തിന് ഞാൻ പോകും. അതൊക്കെ ആ ഒരു സമയത്തിലുണ്ടാവും. പിന്നെ അത് കാണണമെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം വരണ്ടേ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും ഞാൻ കലോത്സവത്തിൻ്റെ അവിടെ എത്തിയിരിക്കും. അതെനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ കലോത്സവം ഒരു വൈബാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കലോത്സവ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ
ഒരുപാടുണ്ട്. ഞാൻ പഠിക്കണ സമയത്തൊന്നും എനിക്ക് ഇതേപോലെ ആസ്വദിച്ചിരുന്ന് കാണാനൊന്നും പറ്റിയിട്ടില്ല കലോത്സവം കേട്ടോ. അന്നൊക്കെ എന്താ പറയുക, അങ്ങനെ പറ്റിയിട്ടില്ല പഠിക്കണ സമയത്ത്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് എനിക്കതിനൊക്കെ പറ്റിയത്. അന്നെന്നൊക്കെ പറയണത് ഞാനൊരു 90s കിഡാണ് കേട്ടോ. അപ്പം അന്നത്തെ ആ ഒരു രീതിയല്ല ഇപ്പോൾ. കാരണം അന്ന് എന്നൊക്കെ പറയണത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഇപ്പം ഒരു ക്ലാസിക്കലാണെങ്കിൽ പോലും നമുക്കത് ഇരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റണ ഒരു ഇതല്ലായിരുന്നു. കൂടെയുള്ള നമ്മളെ ക്ലാസ്സിലുള്ള കുറച്ച് കുട്ടികൾ, അപ്പം നമ്മളിപ്പോൾ ഒരു ക്ലാസിക്കൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരൊന്നും ഫ്രണ്ടിലിരുന്ന് അങ്ങനെ ഇരുന്ന് കണ്ട് അങ്ങനെ ഇരിക്കുമൊന്നുമില്ല. അവരൊക്കെ പോവും, എല്ലാവരും പോവും. അപ്പോൾ ഞാൻ മാത്രം അവിടെ ഇരുന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെ ക്ലാസിക്കൽ മാത്രം ഇങ്ങനെ കാണുന്നു എന്നുള്ള ഒരു ഇതുണ്ടാവുമല്ലോ ബാക്കിയുള്ളവർ. അപ്പോൾ അങ്ങനെ ഇരുന്ന് അങ്ങനെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പറയണം എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തരത്തിലോട്ട് മാറിപ്പോകും. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയണില്ല. അങ്ങനെ ഒരു ഇത് അപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇരുന്ന് ആസ്വദിച്ച് കണ്ടിങ്ങനെ ഇരിക്കാൻ പറ്റണ ഒരു ദിവസം അതൊക്കെ എന്താവുമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇപ്പം നമ്മൾ ആസ്വദിച്ച് കലോത്സവം എവിടെ ഉണ്ടോ അവിടെ പോയിട്ട് ആസ്വദിച്ച് ഇരുന്ന് കണ്ട് ആ പ്രോഗ്രാം എപ്പോഴാണോ കഴിയണം അതുവരെ ഇരുന്ന് കണ്ട് ആസ്വദിച്ചിട്ടാണ് ഇപ്പം ഞാൻ വരാറ്. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് നന്ദി ഞാൻ പറയുകയാണ്. കാരണം സപ്പോർട്ട് ചെയ്തതിൽ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്തതിൽ വീണ്ടും ഒരുപാട് നന്ദി ഞാൻ പറയുകയാണ്. നിങ്ങളാണ് നമ്മളെ ബലം. നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമ്മളില്ല. അപ്പം ഇനി കലോത്സവം വരട്ടെ. അതുവരെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ പോവാം. അപ്പോൾ അതേപോലെയുള്ള സപ്പോർട്ട് ഇനി ഇവിടുന്ന് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. അപ്പോൾ ഈ ഒരു കലോത്സവം കഴിഞ്ഞപ്പോൾ അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ വന്നത് കേട്ടോ. അപ്പോൾ ഇനി പോകാൻ നേരമായി, സമയം ഇപ്പോൾ 7:30 കഴിഞ്ഞു. അപ്പോൾ ഇനി വേറെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി പിന്നെ കാണാം. വീട്ടിലെ വിശേഷങ്ങളും നമ്മളെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ വരണ്ട് ഞാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ശരി കേട്ടോ. എന്നാൽ അപ്പോൾ ഇനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനി പിന്നെ കാണാം. അതുവരേക്കും ഇനി വരുന്നുണ്ട് നമ്മളെ കിഡ്സിൻ്റെ കുട്ടികളുടെ കലോത്സവം വരുന്നുണ്ട്. അത് നമ്മളിവിടെ സേക്രട്ടിൽ വെച്ചിട്ടാണ്, നമ്മളെ അടുത്ത് തന്നെയാണ്. അത് ജനുവരിയിലാണ്. അപ്പോൾ ഞാൻ അതൊക്കെ വരുന്ന സമയത്ത് ഇനി നമുക്ക് അത് എടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് പിന്നെ കാണാം. അതുവരേക്കും എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കണം. അപ്പോൾ ഓക്കെ, ശരി.